ക്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാനം അത് സംഭവിച്ചിരിക്കുന്നു. 10 ദിവസത്തെ ഇരുട്ട് വെളുക്കെയുള്ള അലക്കുകൾക്ക് ശേഷം കേരളത്തിന് ഒരു നാഥനുണ്ടായിരിക്കുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു, വി.ഡി. സതീശൻ. കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ ആരവാരങ്ങളോടെ വി.ഡി. സതീശൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു വിചാരം, അല്ലെങ്കിൽ ഒരു ആളുകളുടെ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. മത്സരിക്കുമ്പോൾ തന്നെ വന്നിരുന്നു. റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ വി.ഡി. സതീശൻ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നൊരു വിചാരധാര പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ, ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വി.ഡി. സതീശനാണ് നയിക്കുന്നത്. വി.ഡി. സതീശൻ ഈ ഭരണത്തിന് ഒരു അറുതി വരുത്തും. 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് അറുതി വരുത്താൻ പോകുന്നത് വി.ഡി. സതീശനാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാമാന്യ ജനങ്ങളും എല്ലാതരം ആളുകളും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു തെളിവാണല്ലോ 102 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുന്നത്. എന്നാൽ അത്രയും തിളക്കമുള്ള ഒരു വിജയത്തിന് ശേഷം ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട്, ജനവികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ മറ്റു ചിലർ കെട്ടിയിറക്കപ്പെടുന്നു എന്ന ഒരു ധാരണ ഉണ്ടായപ്പോൾ കേരളം പ്രതികരിച്ച നാം കണ്ടതാണ്. സാമാന്യ ജനങ്ങളെ പ്രതികരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ വളരെ കുറവായിരുന്നു അതിനകത്ത്. കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറം ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഇറങ്ങി പ്രതികരിച്ചു. വി.ഡി. സതീശനെ തള്ളിക്കളയുകയാണെങ്കിൽ കേരളത്തിൽ ഇനിയൊരു ഭരണം UDF ഉണ്ടാവില്ല, ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്ന മട്ടിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. അത് മനസ്സിലാക്കി, രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കി എന്ന് കരുതിയതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ മറ്റ് രണ്ടുപേരെയും അനുനയിപ്പിക്കുകയും ഒടുവിൽ വി.ഡി. സതീശൻ്റെ പേരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളുടെ ഇടയിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ എവിടെ രാഹുൽ, എവിടെ പ്രിയങ്ക, എവിടെ സോണിയ, എവിടെ ഗാന്ധി കുടുംബം, എവിടെ നെഹ്റു കുടുംബം? ഹൈക്കമാൻഡ് ലോ കമാൻഡായോ? എന്തിനാണ് ഈ 10 വർഷത്തെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പെരുമാറുന്നത്? ഒടുവിൽ രാഹുൽ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഇമേജ് കേരളത്തിൽ കാര്യമായി വർദ്ധിക്കാൻ പോകുന്നു. സതീശൻ നല്ലൊരു ഭരണം വെക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നല്ല ഭരണമല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കും.